ഒറ്റയ്ക്ക് ഇതിന്റെ പുറത്തല്ലോ പോണേ. ദേ ചായ. ദാ അരവിന്ദേട്ടൻ വന്നു. ഇനി അടുത്തേക്ക് ഒരുങ്ങാലോ. എന്താ കാറില്ലാതൊരു മഴ? കാറല്ല, കണ്ടില്ലേ വലിയ 10,000 പോലത്തെ ഒരു കോളേജ്. ഇനി അടുത്തോട് ഒരുങ്ങാൻ പറയട്ടാ. ഊട്ടിക്കൊരു ട്രിപ്പ്. ഉഷയും ബാബും അളിയനും സരസ്വതിയും ഒക്കെ വേണമെന്ന് രമണിക്ക് നിർബന്ധം. അല്ലാതെ പിന്നെ ഒറ്റയ്ക്കാ? കല്യാണം കഴിഞ്ഞൊരു യാത്ര പോകുമ്പോ അത് പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല മോളെ അതിന്റെ ഒരു ശരി. അങ്ങനെയൊന്നുമില്ല, പുറത്താരും അല്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 2.5 എന്റെ മൂപ്പർക്ക് അങ്ങനെ ഒരു അബദ്ധം ഇതുവരെ പറ്റിയിട്ടില്ല. 2.5 കൊല്ലം മുമ്പ് പറ്റിയ അബദ്ധം പോരെ, കൂടെ കൂടെ പറ്റണോ? ഏട്ടൻ റെഡിയാവാൻ നോക്ക്. ഏതായാലും വണ്ടിയുണ്ട്. ഊട്ടിക്ക് ഇപ്പൊ പണ്ടത്തെ അത്ര ദൂരമില്ല. എത്രേ അത് പറഞ്ഞിട്ട് നിന്റെ പെണ്ണിന് അങ്ങടെ തലയെ കേറുന്നില്ല. പോവാനും വരാനും നിൽക്കാനും ഒക്കെ രൂപ കുറെ ചെലവാവില്ല അരവിന്ദേട്ടാ. പെങ്ങന്മാരും അളിയന്മാരും കൂടെ ഉള്ളപ്പോ ഒക്കെ ഏട്ടന്റെ കൈ കൊണ്ട് തന്നെ ആവണം. അതാ ശരി. അരവിന്ദേട്ടനിപ്പോ അതിനൊക്കെ കല്യാണം കഴിഞ്ഞതൊക്കെ ഒരു നാട്ടു നടപ്പാ. ഹണിമൂണേ എന്റെ ഈ പരക്കം പാച്ചലിനിടയ്ക്ക് ഞാനതങ്ങ് വിട്ടുപോയി. പോണോ? ആ പേരില് അതിനും കൂടി അരവിന്ദേട്ടൻ കുറെ കാശ് ചെലവാക്കണോ? കഴിവുള്ള നേരത്ത് നമുക്ക് പോവാലോ. ഊട്ടി അവിടെ തന്നെ ഉണ്ടാവൂലേ? അവര് സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ. എനിക്ക് നാളെ കടയിൽ ചില കാര്യങ്ങളുണ്ടേ. ഇവിടുന്ന് മാറിയുന്ന റേഷൻ കട ഞാനും കുറെ നടത്തിയിട്ടുള്ളതാ. ഉസ്മാൻ പിന്നെന്തിനാ? അമ്മ വിചാരിക്കണ പോലെയല്ല. അല്ല, ഞാൻ വിചാരിക്കണ പോലെ അല്ല. ഇവള് വിചാരിക്കണ പോലെയാ കാര്യങ്ങളൊക്കെ നടക്കണത്. അതെനിക്കറിയാം. അമ്മേ, ആ കുട്ടികൾ മനസ്സിലിത്തിരി സന്തോഷമായിട്ട് വന്നതാ. അത് കുത്തിക്കെടുത്താനാ രണ്ടാളും കൂടി മുറിക്കാത്തൊരു കഥ അടച്ചതില്ലേ? ഇവരൊക്കെ ഇവിടെ ഇരിക്കുമ്പോ അമ്മ ഇങ്ങനെ. ഓ, ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ നിന്റെ പെണ്ണിന്റെയും പെണ്ണു വീട്ടുകാരുടെയും വലിപ്പത്തരം. ഒരു കൊലയില് 3 എണ്ണം ഉള്ളതാ. 3നെ 3 ആക്കിയിട്ട് വേണം ഞാൻ വെള്ളം കിട്ടാണ്ട് ചാവാൻ. പോണ രാജാച്ച പോകാൻ ഒരുക്കുള്ളൂ. എന്നെ ഗോപാലമ്മയുടെ അവിടെ ഒന്ന് ഇറക്കിയാ മതി. ഒരു നല്ല ഉദ്ദേശത്തിൽ വന്നിട്ടിപ്പോ ഏട്ടനല്ലെങ്കിലും നല്ല മാറ്റമുണ്ട്. ആഴ്ചയിലൊരിക്കൽ മുടങ്ങാതെ എന്റെ കുഞ്ഞിന് മുട്ടായും ബിസ്ക്കറ്റും കൊണ്ടുവരുന്ന ഏട്ടന്റെ അഡ്രസ് ഇല്ലാണ്ടായി. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞങ്ങൾ ഇവിടെ മിണ്ടിയും പറഞ്ഞ് നല്ലോണം വളർന്നവരാ. പുറത്തുനിന്ന് വന്നവരാ. അതിൽ ഇടങ്കോലിടണ്ട. ഉഷേ, ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. നമുക്കൊരൊറ്റ ആങ്ങളെ ഉള്ളത്. കാശൊന്നും വെറുതെ ചെലവാക്കണമെന്ന് ഉപദേശിക്കണ കേട്ടു. ഏട്ടന് ബാങ്ക് അക്കൗണ്ട് വരെ ഉണ്ട് ഇപ്പോ. കണ്ടല്ലേ ചെക്ക് ബുക്ക് ഏട്ടന്റെ മേശമേല്. എല്ലാം കൂടി വലിച്ചു കൂട്ടി കല്ലടിക്കോട്ടേക്ക് കൊണ്ടുപോവാനാ. അവനും എന്റെ കൂടെ പുറപ്പിലൂടെ 2 ദിവസം കളിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഒരു ആനയുടെ വാങ്ങാനുള്ള കാശാവോ? ഇത്രയ്ക്കും കാര്യക്കാര്യത്തികളാകരുതാരും. കുടുംബം കലങ്ങും. ഏട്ടാ, നമുക്കറിയണതല്ലേ അമ്മയുടെ സ്വഭാവം. പോണ്ടെങ്കിൽ പോണ്ട, അത്രയല്ലേ ഉള്ളൂ. പോണം, എല്ലാവരും പോണം. പോണ്ടോടത്തൊക്കെ പോണം. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അത്രയേ ഉള്ളൂ എനിക്ക്. എന്റെ ഭാര്യ ആയതുകൊണ്ട് ഭാഗം ചേർന്ന് പറയല്ല മോളെ. ഭാവാ ആ പെണ്ണ്. നിങ്ങൾ ആരും ഒരു ദിവസം പോലും സഹിക്കില്ല അവള് സഹിക്കണത്. അവളോടും കൂടി പറഞ്ഞിട്ടില്ല ഞാൻ സത്യങ്ങളൊന്നും. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയോ? എന്താ ഏട്ടാ? എന്നോട് പറയ, ഏട്ടന്റെ രമണിയോട് പറയ. എന്താ? ഏയ് ഒന്നുമില്ല, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഏട്ടന്റെ ഓട്ടപ്പാച്ചിലൊന്നും അത്ര ശരിയല്ലെന്ന്. എന്നോട് പറയ, അതറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. മൂന്നാമതൊരാൾ അറിയരുത്. നീയും കേട്ടു മറക്കണം കേട്ടോ. ആ
അനാഥയാ സരസ്വതി. ആരുമില്ല അവൾക്ക്, ഞാനല്ലാതെ. അപ്പോ ഏട്ടന്മാരുണ്ടെന്ന് പറഞ്ഞത്, അവര് പണം കൊണ്ട് തന്നെന്ന് പറഞ്ഞത് ഒക്കെ വെറുതെ ഞാൻ നുണയാ. അപ്പോ എനിക്ക് വാങ്ങിയ സ്വർണത്തിന്റെ പണം ഏട്ടൻ നിനക്ക് വേണ്ടി കടം വരുത്തിയെന്ന് വിചാരിക്കണ്ട. സരസ്വതിക്ക് ഇവിടെ ഒരു വില കിട്ടാൻ 2 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങി. മാസാമാസം അതിന്റെ പലിശ 20,000 രൂപ കൊടുക്കാൻ പിന്നെയും വാങ്ങാം. യാതൊരു ഗതിയും വിധിയില്ല എനിക്ക്. ആരോടിട്ട് പറയാനും വയ്യ, എവിടെ ഇട്ട് കുറയാനും വയ്യ. കണ്ടവരോടൊക്കെ കടം ചോദിച്ചും നുണയും പറഞ്ഞ് ഞാൻ ഏട്ടാ. എന്റെ ബാബു ഏട്ടാ, ഊട്ടിക്ക് പോണല്ലേ ഉള്ളൂ, ഇവിടെ നീ കുന്തൊക്കെ വലിച്ചു കയറ്റണോ? ഒരു മുൻകരുതൽ എല്ലാത്തിനും നല്ലതാണ്. ഒരു തയ്യാറെടുപ്പ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ തന്നെ എന്താണ്? ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയുണ്ട് മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ട്? നന്നായിട്ടുണ്ട്. ആ. മങ്കി ക്യാപ്പ് വെച്ചാൽ തന്നെയുണ്ട്. വേഗം വരൂ. ദാ, അവിടെ എല്ലാരും വണ്ടി കയറി, പെട്ടെന്ന് വാ. ഉം. എന്താ മോനെ, വാലുമ്മ തീ പിടിച്ചൊരു കളി, ഒരു ഇരിക്കപ്പുറത്തില്ലായ്മ. തീ പിടിച്ചത് വാലിനും തലക്കൊന്നുമല്ല, ഉള്ളിലാ. ആ ബ്ലേഡ് വിശ്വമ്മന്റെ ആൾക്കാരൊരു വരവ് വന്ന് അരവിന്ദ. ഇനി ഒരു ഞെട്ടിക്കാനും ബാക്കിയില്ല. ഇനി നമ്മൾ ഞെട്ടാനൊന്നും ബാക്കിയില്ലല്ലോ. ദയവ് ചെയ്ത് നീ ഒന്ന് പേടിപ്പിക്കാതിരിക്കോ. ഒരു വഴി കാണിക്കാനല്ല, പേടിപ്പിക്കാനാ സ്വന്തക്കാര്. പേടിപ്പിച്ചതല്ല അരവിന്ദ. ധൈര്യമായിട്ട് കുളിച്ചോന്നും പറഞ്ഞ് നടുക്കടലിലേക്ക് ഇറക്കി വിടാൻ പറ്റുമോ വേണ്ടപ്പെട്ടവരെ? ഞാൻ നടുക്കടലില്ല ഉസ്മാനെ, കുറെ ആയിട്ട് ഞാൻ നടുക്കടലില്ല. അവര് നിന്റെ വീട്ടിലേക്ക് വരാനിരുന്നതാ. നീ ഭാര്യ വീട്ടിൽ പോയതാന്ന് പറഞ്ഞു. ഉടനെ അതെവിടെയാണെന്ന്. നാളെ എത്തും കാശുമായിട്ടൊന്ന് പറഞ്ഞു വിട്ടിരിക്കുക. കൃഷ്ണ, എന്താ നമ്മൾ ചെയ്യാ? ഗാന്ധിജിയെ മറക്കണം. അച്ഛനെയും പടച്ച തമ്പുരാനെയും വരെ മറക്കണം, കുറച്ചു നേരത്തേക്ക്. എന്താ നീ പറയണേ? ഒരുവിധം റേഷൻ കടക്കാർ ചെയ്യുന്ന കാര്യമൊക്കെ തന്നെയാണ്. മുതല് വിട്, പലിശ എങ്ങനെ കൊടുക്കാൻ ഞാൻ വഴിയൊപ്പിച്ചിട്ടുണ്ട്. എന്ത്? അല്ല, അരിയും പഞ്ചാരം മണ്ണിന് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. പലചരക്കടക്കാരൻ ദിവാരനത് ആവശ്യമുണ്ട്. നമുക്കതങ്ങ് മറച്ചു വെക്കാം. നിർത്തടാ. എന്താ നീ പറഞ്ഞോന്നേ? കക്കണമെന്നോ? കട്ട് കടം തീർക്കണമെന്നോ? ഇത്രയും കാലം അറിയാവുന്ന എന്നോട് നിനക്കിത് പറയാൻ തോന്നില്ല ഉസ്മാനെ. നീ ചെയ്യൂലെന്ന് അറിയാഞ്ഞിട്ടല്ല, നിന്നോട് പറയാനും പാടില്ല. പക്ഷെ നാളെ നീ ഈ അങ്ങാടിയിൽ നാണം കെട്ടാ നാണക്കേട് മാത്രോ തടി കേടാക്കാനും മടിക്കാത്ത കൂട്ടരാ. അത് കണ്ടു നിൽക്കാനുള്ള മനഃശക്തി ഇല്ലാഞ്ഞിട്ടാണ്ട. നീ അത് ചെയ്തേ പറ്റൂ. വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. എന്നാലും നേരും നെറിയുള്ള കാര്യമാണോ നീ പറയണ ഉസ്മാനെ? നേരും നേറിയും ഞാനും നീയും ജീവിക്കണ ഈ ലോകത്തിന്ന് അപ്പറഞ്ഞൊന്നും ഇല്ലാരും. എന്താ നാടൊട്ടുക്ക് നട്ടുച്ചയായിട്ടും നിനക്ക് മാത്രം നേരം വെളുക്കാതിട്ട് കാര്യമില്ല. എന്നാ നിന്നോട് പറയാതെ തന്നെ ദിവാകരനോട് ഞാൻ ഒരു അഡ്വാൻസ് വാങ്ങിച്ചു. ടെൻഷൻ മാറിയില്ലേ? അത് മാറാൻ വേണ്ടിട്ടാ ഞാനീ പരാപരപ്പെട്ടെ. അടിയന്തരത്തിനുള്ള ആളാ, ഇറങ്ങാ ഇങ്ങോട്ട്. എടാ അരവിന്ദ, നീ അങ്ങാടിയില് ചെറിയൊരു പുണ്യാളച്ചനാണല്ലോ. അത് പകല് മാത്രമുള്ളല്ലേ, രാത്രിയില് നല്ല ഒന്നാമത്തെ കള്ളൻ. തോമച്ച, നമ്മൾ നാളെ കാണേണ്ടവരാ. ദയവ് ചെയ്ത് തോമച്ച. നാളെ കാണണ്ടെങ്കിലോ ആരെ നിക്കടാ? കള്ളന് കഞ്ഞി വെക്കുന്ന ഉസ്മാനെ എന്താണോ നോക്കി നിക്കണേ? വിളിക്കടാ പോലീസിനെ. എന്താ ഇത്? ഒന്നുമില്ല, ഒന്നും സാരയില്ല മോനെ. ഇന്നിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങി വെച്ചിട്ടാവോ? കേസ് കോടതി കെട്ടിത്തിരിച്ചിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇക്കാലം വരെ യാതൊരു കൃത്രിമവും കാണിച്ച് ശീലമില്ലാത്ത ഒരുത്തൻ ഒരന്തി വെളുത്തപ്പോഴേക്ക് ഇങ്ങനെ ആയി തീർന്നു വെച്ചാ. ആക്കി തീർത്തതല്ലേ ഏട്ടാ. കാശെന്ന് കേട്ടാ കണ്ണു മഞ്ചളിക്കണ പെണ്ണാ കൂടെങ്കി കാശിന് കൊള്ളാണ്ടാവുകയാണുങ്ങള്. ലൈസൻസ് റദ്ദാക്കി റേഷൻ കട പൂട്ടിയാ പിന്നെ കഞ്ഞുകൂടി വിട്ടാ എവിടെങ്കിലും പോണോ? പെട്ടെന്ന് ഇറങ്ങിയാ നാളേക്കുള്ള ബസ് കിട്ടും. പാവെടുത്തതാ, പലിവ് കൂടും.
അങ്ങോട്ട് പോയിട്ട് ഒറ്റയ്ക്ക് അവിടെ വാവല്ലേ സാരല്ല വെളുപ്പ ഗ്രഹണല്ലേ ഗ്രഹണം ഉള്ള ശ്വാസം അവിടെ കിടന്ന് വലിക്കാമല്ലോ. കള്ളവും ചതിയും എന്താണെന്നറിയാണ്ട് ജീവിച്ച് മരിച്ചവനാ നിന്റെ അച്ഛൻ. കണ്ട കള്ളന്മാരും കൊലപാതകളും കിടക്കുന്ന ജയിലിലെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേരെഴുതിച്ചില്ലേ നീ? ആ മനുഷ്യന്റെ ആത്മാവ് സഹിക്കും തോന്നുന്നുണ്ടോ നിനക്ക്? നിന്റെ ഒരു നികുതിച്ചീട്ട് നടന്നള്ളിയിട്ടുണ്ട് ജാമ്യത്തിന് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ. പോത്തിന്റെ പുറത്ത് ആള് പുറപ്പെടാൻ നിൽക്കുക എനിക്ക് മോളില്. അതിനിടയ്ക്ക് ഈ വയസ്സിനെ അഴി എണ്ണിക്കരുത്. എല്ലാം തികഞ്ഞു. കുടുംബത്തിൽ പറഞ്ഞവരെ കിടക്കണയിടത്ത് 2 ദിവസം കിടക്കുകയും ചെയ്തു അമ്മയുടെ കുട്ടി. എന്തിനായിരുന്നു ഒരു പെങ്ങളെ കെട്ടിച്ചിറക്കാനുള്ള കാലത്ത് പോലും ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ നീ. പെറ്റതള്ളയ്ക്കും കൂടപ്പറപ്പുകൾക്കും വേണ്ടിയല്ല, അത് ഉറപ്പാ. എന്റെ അരവിന്ദേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ചെയ്തു. എന്തിനായിരുന്നു അരവിന്ദേട്ട? എന്നോടെങ്കിലും പറഞ്ഞൂടായിരുന്നു. ഓക്കെ, കഞ്ഞിക്കുള്ള അരി വാങ്ങിത്തന്ന് ആ കൂട്ടത്തിലുള്ള കടവും കഷ്ടപ്പാടൊക്കെ വിളമ്പിയ നേരെ ചൊവ്വ തൊണ്ടേന്നിറങ്ങോ അത് കുടിക്കുന്നവർക്ക്. സ്നേഹമുള്ളവരോടും ആശ്രയിച്ച് കഴിയുന്നവരോടും അതൊന്നും അധികം പറയരുതെന്നാ ഞാൻ പഠിച്ചത്. കടണ്ടായിരുന്നു, ഇപ്പോ കള്ളനുമായി. എന്തും സഹിക്കാരുവന്തേട്ടൻ. നിന്റെ കണ്ണ് നനഞ്ഞണ്ട, പിന്നെ ഒന്നിനും പറ്റില്ല എന്നെ കൊണ്ട്. തീർന്നോളും, ഒക്കെ തീർന്നോളും. ആഴ്ചയിൽ എന്നും ചൊവ്വാഴ്ച അല്ലല്ലോ.